ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് രണ്ട് മൂന്ന് ഓർഡർ ഉണ്ടായിരുന്നു ചെടീൻ്റെ. അപ്പം അതിൻ്റെ ഒരു പാക്കിംഗ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നിയത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തത്. ഇത് നമ്മൾക്ക് അയക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. തമിഴ്നാട്ടിലേക്കും ചെന്നൈയിലേക്കും പിന്നെ കൊല്ലത്തേക്കും 3 ഓർഡർ ആയിരുന്നു ഉണ്ടായത് കേട്ടോ. അപ്പം ഇത് കുറച്ച് തോന ചെടിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫ്രീ പ്ലാന്റുകൾ ഇൻക്ലൂഡ് ആക്കുന്നതിനെ കൊണ്ട് തോന ചെടിയുണ്ടത്. പിന്നെ ഇതാണ് സെക്കൻഡ് ചെടി. ഇതിൽ ഒരു ഓർഡർ എനിക്ക് വീണ്ടും ഇങ്ങനെ അയക്കേണ്ടി വന്നു കേട്ടോ. കാരണം 2 പ്ലാന്റ് അതിൽ വെക്കാൻ മറന്നു. ഇത് ഞാൻ ഹസ്ബൻഡ് തന്നെ വെയിറ്റ് ചെയ്യലാണ്. എനിക്ക് ഭയങ്കര പ്രയാസമാണ് ഈ പാക്കിങ്, ടൈം എടുക്കും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ കൂടെ തന്നെ നിൽക്കേണ്ടി വരും ചെയ്യുമ്പോൾ. പിന്നെ കാരണം എന്താ പറയുക, കത്തിയെടുക്ക് ഇതെടുക്കുന്ന പറയുമ്പോൾ നിന്ന് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ടും കൂടെ ചെയ്തതാണ് കേട്ടോ. ഇതുകൂടെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ഇൻക്ലൂഡ് ആക്കുമ്പോഴല്ലേ ഉള്ളൂ നമ്മുടെ എത്രത്തോളം ചെയ്യണുണ്ട്, എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കാണാനും സാധിക്കുമല്ലോ ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഓർഡർ എടുക്കുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്നൊക്കെ കാണിക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ചെടി തന്നെയാണ് സെയിലാക്കണത്. പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് ചെടികളൊന്നും വാങ്ങിയിട്ടല്ല ചെയ്യണം. എൻ്റെ കയ്യിലുള്ള ചെടികളും അതിൻ്റെ തൈകളുമാണ് ഞാൻ സെയിലാക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കൽ. ഇത് വാങ്ങുമ്പം ഉള്ള റേറ്റ് നമുക്ക് നന്നായിട്ട് അറിയണമല്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വില കൂട്ടിയിട്ട് പറയാറില്ല കേട്ടോ. എന്നാൽ തന്നെ ചിലർ ചോദിക്കും 50 രൂപ കൂടുതലല്ലേ എന്ന്. ഒരിക്കലും 50 രൂപ കൂടുതലാവും. എങ്ങനെ കൂടുതലാവുക? ഒരു കടയിൽ ചെന്നാൽ നമുക്കറിയാം, സാധാ ലോക്കൽ ചെടികൾ പോലും നമുക്ക് 50 രൂപക്കൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിനാണ് ഞാൻ 50 രൂപ കൊടുക്കുന്നത്. എനിക്ക് ഇപ്പോൾ വേറെ മുതൽ മുടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കിയ ചെടിയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അന്നത്തെ ദിവസം ഭയങ്കര നേരം വൈകിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എളുപ്പത്തിലുള്ള എന്തെങ്കിലും കൂട്ടാനൊക്കെയാണ് അങ്ങനത്തെ ദിവസങ്ങളിൽ ഉണ്ടാക്കുക. അപ്പോൾ ഷേക്കിങ് ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ, ഞങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ പൊടി കലക്കിയിട്ടാണെന്ന് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോണത്. എന്താകുമ്പോൾ കലക്കി അങ്ങോട്ട് പറഞ്ഞാൽ വേഗം കഴിയുമല്ലോ. കാരണം മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ മോളെ മദ്രസ പറഞ്ഞാണ് ഈ പണിക്ക് നിൽക്കുന്നത്. കാരണം ഹസ്ബൻഡ് പണിക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കയ്യായികല്ല, ഭയങ്കര പണിയായിരിക്കും. അതുപോലെ മോനക്ക് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് ഞാൻ തക്കാളി ചോറാക്കാന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഉള്ളി ഒലിക്കുന്നത്. ദോശയും തേങ്ങാ ചട്നിയാണ് അന്ന് ഞാൻ ഉണ്ടാക്കിയത്. ഇന്നലത്താണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ തക്കാളി ചോറിലേക്കാണ് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ എന്താണ്, മോൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഓക്ക് ശരിക്കും ചോറ് കൊണ്ടുപോകണ്ട. ചോറ് മോനക്ക് മാത്രം മതി. പക്ഷേ മോന് കൊടുക്കുന്ന സമയത്ത് ഓക്കും ചോറ് വേണമെന്ന് പറയും. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഏതായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഓക്കുകളോട് കൊടുക്കും. അതിലേക്കാണ് ഇഞ്ചി കുത്തുന്ന സംഭവം എടുക്കാനുള്ള ടൈമൊന്നുമില്ല. ടൈം തന്നെ വെച്ച് കുത്തുകയാണ്. ഇത് ഇത്ര സ്പീഡൊന്നുമില്ല. ഞാൻ സ്പീഡ് കൂട്ടി അഡ്ജസ്റ്റ് ആക്കി വെക്കുന്നത് കേട്ടോ. അതൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. ഈ തക്കാളി ചോറ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുക. നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അരി എടുത്ത് നോക്കുമ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയുള്ളൂ. അപ്പോൾ അതിലേക്ക് ബാക്കി പച്ചരി ഇട്ട് കൊടുക്കുക. ഞാൻ പച്ചരിയോട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാം കേട്ടോ ചോറ്. നെയ്ച്ചോറൊക്കെ ഞങ്ങൾ പച്ചരിയോടൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ട്. പിന്നെ ഈ കുക്കറിലാണ് ഞാൻ സ്ഥിരമായിട്ട് ചോറുണ്ടാക്കല്. ചോറും പഴയ കുക്കറാണ് ഉപയോഗിക്കല്, പുതിയ കുക്കർ എടുക്കില്ല. പക്ഷേ ഇത് ഏതായാലും ഞാനിങ്ങനെ പുറത്ത് വെച്ചതാണ്. പിന്നെ ഇപ്പോൾ വേറെ ഇറക്കണ്ടോയെന്ന് വിചാരിക്കും. അല്ല, എന്നെപ്പോലെ തന്നെ എനിക്ക് ഒട്ടുമിക്ക എല്ലാ വീട്ടമ്മമാരും പുതിയ പാത്രങ്ങൾ ഉള്ളിൽ നിന്ന് ഇറക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ എനിക്കും അതേപോലെ തന്നെയാണ്. ഉള്ള പാത്രത്തിൽ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. കുറേ പാത്രങ്ങൾ ഇറക്കണം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അത് കഴുകി ഉണക്കി വൃത്തി വെക്കണമല്ലോ. തീരെ എടുക്കൂല, നല്ല ആവശ്യഘട്ടങ്ങളിൽ എടുക്കും. അപ്പം പിന്നെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പാത്രങ്ങൾ ഉണ്ടാവാൻ അതും ഒരു ഇതല്ലേ. അപ്പം ഇതാണ് കേട്ടോ. കുക്കറിലേക്ക് ആദ്യം ഞാൻ പിന്നെ സൺഫ്ലവറും ഓയിലും നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ തക്കാളി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് മൂടിയൊക്കെ ചെയ്ത് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ ചിരകാറില്ല കേട്ടോ. ഞാൻ അരയ്ക്കുന്നതിനൊക്കെ ഞാൻ തേങ്ങ പൂണ്ടിടുക ചെയ്യുക. അപ്പം അതേപോലെ പൂണ്ടിട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ദോശ ചൂടാൻ വെച്ച പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് വീണ്ടും ഞാൻ ദോശ ഇടാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കില്ല, ഇതിനേക്കാളും ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കില്ലേ. ഇതിലേക്ക് ചിലപ്പോൾ പച്ചമുളക് ചീന്തി വയ്ക്കലുണ്ട്. അന്ന് പച്ചമുളക് ചീന്തിയിടാനൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പും അതേപോലെ പിന്നെ കടുകും പൊട്ടിച്ച് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ആ ചട്നിയോട് സെറ്റാക്കി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഈ ചട്നി എന്ന് പറയുന്നത്. ദോശയൊക്കെ സൂപ്പറാണ്. അങ്ങനെ അത് പാത്രം മാറ്റി കഴുകി ആ പാൻ തന്നെ വെച്ചിട്ട് മീൻ പൊരിക്കുന്ന പാനിലാണ് അന്നേ ദോശ ഉണ്ടാക്കിയത്. കുഴപ്പമൊന്നുമില്ല, നല്ല നമ്മൾ പാകം റൗണ്ടിൽ തന്നെ കിട്ടുമല്ലോ.
അപ്പം ഇന്നലത്തെ കുറച്ച് ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ ചൂടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. കാരണം ഒഴിവാക്കണ്ടല്ലോ വെറുതെ, ഒരു കുഴപ്പമില്ല, നല്ല ചപ്പാത്തിയായിരുന്നു, വാട്ടി കുഴച്ചുണ്ടാക്കി ചപ്പാത്തി, അതുകൊണ്ട് ആ കഴിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പറയുന്നത് എന്നായിരിക്കുമല്ലേ. ഞാൻ ഒന്നുമില്ല, ഈ ഓർഡറിൻ്റെ ദിവസങ്ങളിൽ അധികം ഇങ്ങനെ തന്നെ ഉണ്ടാവുക. രാവിലെ പാക്ക് ചെയ്യാഞ്ഞാൽ എനിക്ക് ഉച്ചയാകുമ്പോൾ ഭയങ്കര പ്രയാസമാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ. അപ്പം രാവിലെ നമ്മളിങ്ങനത്തെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും. തലേന്ന് തന്നെ ഞാൻ ചെടികളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ആ പാർട്ടിക്ക് ഞാൻ ആ ഫോട്ടോ അയച്ചപ്പോൾ ഒരു പറഞ്ഞത്, ഞാൻ പറഞ്ഞ 2 ചെടി ഇല്ലല്ലോ എന്ന്. അപ്പോൾ അത് ഓൽക്ക് പിന്നെ അയച്ചിട്ട് അതിൽ വെച്ച് കൊടുത്ത്. ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് അത് ചെയ്തത്, കൊണ്ടുപോകുന്നതിന് കുറച്ച് മുമ്പാണ് ഞാനത് ചെയ്തത്. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടല്ലേ, നമ്മൾ അരി കലക്കി പൊടി കലക്കി ഉണ്ടാക്കുന്ന ദോശ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. നിനക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്യണവർ തന്നെ ആവും. ഞാൻ വലിയ സംഭവമായിട്ട് പറയല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണല്ലോ നമ്മളെ വ്ളോഗിലുണ്ടാവുക. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മളൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ റൊട്ടീനൊക്കെ പോകുന്നത്. അപ്പം ഇതാണ് ചോറ് കേട്ടോ. ഒരു മുറിയെ പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, നല്ല ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ഇതേ ഉള്ളൂ, ഒറ്റ വിസിലിൽ തന്നെ ഓഫാക്കിയിട്ടാണല്ലോ. പിന്നെ അതിൽ ഞാനിട്ട് ചിക്കൻ സ്റ്റോക്ക് അവിടെ ഇവിടെ അലിയാത്തതുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു. ചിക്കൻ സ്റ്റോക്ക് ഇടുമ്പോൾ ഉപ്പ് കയറി വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇടാന്നായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉപ്പ് അലിയിച്ചിട്ട് കുറച്ച് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്. പക്ഷേ മക്കൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു, സ്കൂൾക്ക് കൊടുത്തേച്ചതല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് ഞങ്ങൾ, അതുകൊണ്ടാണ് പിന്നെ അവർക്ക് വലിയ സീനില്ലാത്തത്. പിന്നെ മോക്കാണ് അതിൽ തക്കാളി ഇഷ്ടമില്ലാത്തത്. പിന്നെ ഓളെന്താ ചെയ്തതെന്ന് അറിയാം, ഇപ്പോൾ ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എനിക്കന്ന് ഉച്ചക്കത്തെ ചോറും ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വേറെ ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ ലേശം അച്ചാറും കൂടെ വെച്ച് കൊടുത്ത് ഓലെ പിന്നെ ലഞ്ച് റെഡിയാക്കി കൊടുത്ത്. പിന്നെ ഞാൻ തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല ഇതുവരെ, ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ഇവരിതൊന്നും റെഡിയാക്കി ഇങ്ങോട്ട് ചായൻ്റെ കടിയും കാര്യങ്ങളൊന്നും ആവാൻ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയില്ല. ഇവിടെ നേരെ വീട്ടിൽ ചായ കുടിക്കുക. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കുടിക്കൽ. അപ്പോൾ ഹസ്ബൻഡ് ഇന്ന് നേരത്തെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പിന്നെ എന്താണ് ഒന്നിച്ച് കുടിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനത്തെ ദിവസം അധികം ഞാൻ കുടിക്കാൻ നല്ല നേരം പോകും. കാൽച്ചായ കുടിക്കുന്ന പതിവ് എനിക്കില്ല. എനിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വേഗം കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.